നമസ്കാരം. നോ എഡിറ്റിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തും. തൃശ്ശൂരിൽ നടക്കുന്ന മഹിളാ സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. 2 ലക്ഷത്തോളം സ്ത്രീകൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് കരുതുന്നത്. കാര്യങ്ങളൊക്കെ ഉഷാറാണ്. കേരളം ഇപ്പോഴും BJPക്ക് ബാലികേറാമലയാണ്. ഉത്തരേന്ത്യയിൽ പയറ്റിയ ആയുധങ്ങൾ ചിലവാകാത്ത മണ്ണാണ് കേരളത്തിൻ്റേത് എന്നതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഇപ്പോൾ ട്രാക്ക് മാറ്റിപ്പിടിക്കുന്നത്. 2023 ഏപ്രിൽ മാസം കൊച്ചിയിൽ വച്ച് നടന്ന യുവം പരിപാടിയുടെ ബാക്കിയാണ് നാളത്തെ ഈ വനിതാ സംഗമം. യുവം പരിപാടിയിൽ പ്രധാനമന്ത്രി യുവാക്കളുമായി സംവദിക്കും എന്നതായിരുന്നു പ്രധാന ആകർഷണമായി അന്ന് നടത്തിയ പ്രചരണം. എന്നാൽ സംഭവിച്ചതോ, അദ്ദേഹം വന്ന് പ്രസംഗിച്ചു പോയി. ചോദ്യവുമില്ല, ഉത്തരവുമില്ല. ത്രിപുരയിൽ നേടിയ വിജയത്തിന് പിന്നാലെ അന്ന് മോദി നടത്തിയ ഒരു പ്രസ്താവന വലിയ ചർച്ചയായിരുന്നു. ത്രിപുരയിൽ സർക്കാർ രൂപീകരിച്ചതുപോലെ അധികം വൈകാതെ കേരളത്തിലും BJP സർക്കാർ ഉണ്ടാക്കും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. കേരളം ഇപ്പോഴും കിട്ടാക്കനിയായി നിൽക്കുമ്പോൾ, തെരഞ്ഞെടുപ്പിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കിയാകുമ്പോൾ പ്രധാനമന്ത്രിയുടെ തൃശ്ശൂർ സന്ദർശനത്തിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം വ്യക്തമാണ്. വനിതാ സംവരണ ബിൽ നടപ്പാക്കിയ പ്രധാനമന്ത്രി എന്ന ഇമേജുമായാണ് പ്രധാനമന്ത്രി നാളെ ഈ യോഗത്തെ അഭിസംബോധന ചെയ്യുക. ചില സമുദായ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് BJP സംസ്ഥാന നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ആരൊക്കെയാണ് എന്നതിൽ ഇനിയും വ്യക്തതയില്ല. ക്രിസ്ത്യൻ വോട്ടുകൾ കൺസോൾഡേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ BJP നടത്താൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ശ്രമങ്ങൾക്ക് ഒക്കെ ആക്കം കൂടുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല. കൂടാതെ വാരണസിക്ക് പുറമെ ദക്ഷിണേന്ത്യയിൽ എവിടെ നിന്നെങ്കിലും മോദി മത്സരിക്കുമെന്നൊരു അഭ്യൂഹം രാഷ്ട്രീയ അകത്തളങ്ങളിൽ ശക്തമാണ്. മണ്ഡലം തിരുവനന്തപുരം പോലും ആകാം എന്ന കഥകളുണ്ട്. ഇന്ന് തമിഴ്നാട്ടിൽ സന്ദർശനം നടത്തുന്ന മോദി വൻ വികസന പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൃത്യമായ തെരഞ്ഞെടുപ്പ് ലക്ഷ്യത്തോടെ തൃശ്ശൂരിലെത്തുന്ന പ്രധാനമന്ത്രിയോട് ഞങ്ങൾക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇതിൽ ആദ്യത്തെ ചോദ്യം ഇതാണ്: താങ്കൾ എപ്പോൾ ഒരു പത്രസമ്മേളനം നടത്തും? മൻ കി ബാത്ത് അല്ല, മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകുന്ന പത്രസമ്മേളനം. അടുത്ത ചോദ്യം, പുൽവാമ ആക്രമണത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ തയ്യാറാകുമോ എന്നതാണ്. വിറ്റഴിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങൾ എത്ര എന്ന വിവരം നൽകാൻ താങ്കൾ തയ്യാറാകുമോ? അടച്ചുപൂട്ടപ്പെട്ട ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ താങ്കളുടെ കയ്യിലുണ്ടോ? അദാനിയുടെ ഷെൽ കമ്പനികളെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഇനിയും അന്വേഷണം നടത്താത്തത്? ചോദ്യങ്ങൾ നിരവധിയാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി. ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാതെ കേരളത്തിൽ വനിതാ സമ്മേളനം നടത്തിയതുകൊണ്ടോ യുവസംഗമം നടത്തിയതുകൊണ്ടോ കാര്യമില്ല. ഉത്തരേന്ത്യയിൽ നിങ്ങൾ ഈ നാടിനെക്കുറിച്ച് നടത്തുന്ന വ്യാജ പ്രചരണം പോലെയല്ല ഇവിടെ കാര്യങ്ങൾ. സാക്ഷരതയിൽ ഒന്നാമത് നിൽക്കുന്ന, മനുഷ്യരെ മനുഷ്യരായി മാത്രം കാണുന്ന ഈ സംസ്ഥാനത്ത് കണ്ണിൽ പൊടിയിടൽ തന്ത്രങ്ങൾക്കും വർഗീയതയ്ക്കും സ്ഥാനമില്ല. ഇനിയൊട്ട് ഉണ്ടാകാനും പോകുന്നില്ല.